എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വായിൽ വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ പൈസയൊക്കെ കൊണ്ട് കളയാനുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. പൊതുവെ സാധാരണക്കാർക്ക് ഇടയിൽ ഈ പറയുന്ന ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ഷെയർ മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒരുപാട് നോളജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പിന്നീട് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഷെയർ മാർക്കറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഗൂഗിൾ തന്നെ പറയുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു വിവരണം എന്ന് പറയുന്നത്, ഷെയർ മാർക്കറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കം ടുഗദർ ടു ട്രേഡ് ഓൺ പബ്ലിക്കലി ലിസ്റ്റഡ് ഷെയർസ് ഡ്യൂറിങ് സ്പെസിഫിക് അവേഴ്സ് ഓഫ് ദ ഡേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടണമെന്നില്ല. അതായത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഷെയർ, അല്ലെങ്കിൽ എന്താണ് ഈ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ സംഭവം എന്താവുക, പിന്നെ ഈ പറയുന്ന ട്രേഡ് നമ്മളെങ്ങനെ ചെയ്യും, അപ്പോൾ ഈ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഇതെങ്ങനെയാണ് വാങ്ങുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം, ഓരോ എക്സാമ്പിളിലൂടെ ഓരോ കഥകളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ബിസിനസ്സിനകത്ത് ഒരുപാട് നമുക്ക് പൈസ ആവശ്യമാണ് തുടങ്ങാൻ. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതായത് ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമ്മൾ തുടങ്ങും, അതല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എവിടെയെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് വല്ല പാർട്ട്ണർഷിപ്പ് പോലെ 1-2 ആൾക്കാരെ ചേർത്ത് നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങും. അപ്പോൾ അവിടെ 3 മുതലാളിമാരായിരിക്കും അല്ലേ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഞാൻ തന്നെ, അതായത് ഇപ്പോൾ ഞാനാ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ മുതലാളി ആയാൽ മതി, വേറെ ആരും വേണ്ട എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ എന്ത് ചെയ്യും, എവിടെന്നെങ്കിലൊക്കെ നമ്മൾ പൈസ ഒപ്പിച്ചിട്ട് നമ്മളങ്ങ് തുടങ്ങും. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചായപ്പൊടിയുടെ തേയില പരിപാടി, അതൊരു എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് കൂട്ടിക്കോളൂ, അതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപ എനിക്കൊരു ക്യാപിറ്റൽ വരും, മൂലധനം വേണ്ടി വരും ആ ബിസിനസ് തുടങ്ങാൻ. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയോ സ്വരൂപിച്ച് ഞാനങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞു എന്ന് കൂട്ടിക്കോളും. ആ ഒരു സമയത്ത് നമ്മുടെ ഈ പറയുന്ന ബിസിനസ് ഒന്ന് നന്നായിട്ട് വളർന്നു, അത്യാവശ്യം ഒരു വലിയൊരു കമ്പനിയായിട്ട് മാറി, ഒരുപാട് പേര് അറിയുന്നൊരു കമ്പനിയായിട്ട് മാറി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ചെയ്യുന്ന ആ ബിസിനസ്സിലുള്ളത് എന്നുള്ളത് അവർക്കറിയാം. സോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു പേര് കാരണം ബിസിനസ് ഒരുപാട് നല്ല രീതിയിൽ വളരും, അത്യാവശ്യം വരുമാനം ഉണ്ടാവും, കമ്പനിക്ക് ഒരുപാട് അസറ്റ്സ് വരും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകും, എല്ലാ രീതിയിലും നമ്മുടെ കമ്പനി ഒന്ന് വളർന്നു. ഇപ്പോൾ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇതിനകത്ത് എനിക്ക് എന്തുണ്ടായത്, ഒരു 10 ലക്ഷം രൂപയാണ് ഇത് തുടങ്ങാനായിട്ട് ആവശ്യമായിട്ട് വന്നത്. അതായത് മൂലധനം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഈ 10 ലക്ഷത്തിനെ ഞാനൊരു 100 കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിക്കുകയാണെന്ന് കൂട്ടുക. ഒരു ഏകദേശ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 100 കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിയുമ്പോൾ 10,000 രൂപ വരുന്നുണ്ട് അല്ലേ. 10 ലക്ഷത്തിന് ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 10,000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 10,000 എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ വിലയാണ്. അങ്ങനത്തെ 100 ഷെയറുകൾ കൂടിയപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന 10 ലക്ഷം മൂലധനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ കമ്പനിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന കമ്പനിയുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഷെയറുകളാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരവസ്ഥയിൽ നിന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബിസിനസ് നല്ല രീതിയിൽ വളർന്നു, നല്ല പ്രോഫിറ്റ് വന്നു, ഒരുപാട് അസറ്റ് വന്നു. ഇപ്പോൾ ആ കമ്പനിയുടെ ഒരു വാല്യൂ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും, ഒരു അപ്രോക്സിമേറ്റ്ലി അതൊരു 1 കോടിയോളം രൂപ ആസ്തിയുള്ള ഒരു കമ്പനിയായിട്ട് വളർന്നു 5 വർഷം കൊണ്ട്. ഇപ്പോൾ ആ കമ്പനിയുടെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ആ 10,000 രൂപയുടെ ഓരോ ഷെയർ ഉണ്ടല്ലോ, അതായത് ഒരു ഷെയറിന് 10,000 രൂപയാണെന്ന് പറഞ്ഞല്ലോ, ആ 10,000 രൂപ വിലയുള്ള ഓരോ ഷെയറും ഇപ്പോൾ 1 ലക്ഷം വിലയുള്ള ഷെയറുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഷെയർ വാങ്ങണമെങ്കിൽ അതിന് 1 ലക്ഷം രൂപ കൊടുക്കണം എന്ന് ചുരുക്കം. അങ്ങനെ 100 ഷെയറുകളാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി. അപ്പോൾ 10 ലക്ഷം ഇറക്കിയ മൂലധനം ഇപ്പോൾ ആ ഒരു അവസ്ഥ എന്താണ്, 1 കോടീൻ്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ആ 1 കോടി വാല്യുവേഷനുള്ള ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് ഇത്രയും പോരാ, എനിക്ക് കുറച്ചും കൂടിയും വലിയൊരു കമ്പനിയാക്കിയിട്ട് എൻ്റെ ബിസിനസ്സിനെ മാറ്റണം. ഈ തേയില കമ്പനിയെ ഒരു ബഡാ കമ്പനിയാക്കി എനിക്ക് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ക്യാപിറ്റൽ കണ്ടെത്തണം, കുറച്ചുകൂടി മൂലധനം കണ്ടെത്തണം. ഈ പറയുന്ന ബിസിനസ്സിലേക്ക് ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ ഇത് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പാർട്ട്ണർഷിപ്പിനോടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനോടും ഒന്നും താല്പര്യമില്ല. കാരണം അതൊക്കെ ഒരു ചൊറ പിടിച്ച പരിപാടിയാണ്. എൻ്റെ ഈ കമ്പനിയുടെ ഒരു 100 ഷെയറുകളിൽ ഒരു 25% ഷെയർ, അതായത് ഈ 25 ഷെയറുകൾ ഞാൻ ജനങ്ങൾക്ക് വിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ
ജനങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർ കൊടുക്കുമ്പോൾ എന്താണ്, ജനങ്ങൾ അതിൻ്റെ മുതലാളിയായിട്ട് മാറിയില്ലേ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ജനങ്ങൾക്ക് കൊടുക്കണം. ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓരോ ഷെയറിനും ഇപ്പോൾ വില 1 ലക്ഷമാണ്. അപ്പോൾ 25 ഷെയർ കൊടുക്കുക, അല്ലെങ്കിൽ 25% കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ 25 ലക്ഷം രൂപ കമ്പനിയിലേക്ക് വരികയാണ്. എങ്ങനെ? ഓരോ ലക്ഷം രൂപയും കൊടുത്ത് ഓരോരുത്തർ ഈ ഷെയർ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും 1 ഷെയർ വാങ്ങണമെന്നില്ല. ചില ആൾക്കാർ 5 ഷെയർ വാങ്ങും, ചില ആൾക്കാർ 2 ഷെയർ വാങ്ങും, ചില ആൾക്കാർ 1 ഷെയറേ വാങ്ങുള്ളൂ. ഏത് രീതിയിലാണെങ്കിലും ശരി 25 ലക്ഷം രൂപ ഈ ഒരു കച്ചവടത്തിൽ വരും. അപ്പോൾ എന്ത് ചെയ്യണം? കമ്പനി ഞാൻ IPO എന്ന് പറയുന്നൊരു പരിപാടി വഴി, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഈ ഒരു വഴി മൂലം ഷെയർ മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ 25% ഷെയറുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരെ അറിയിക്കുന്നു, ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇത് അനൗൺസ് ചെയ്ത സമയം തൊട്ടിട്ട് പല ആൾക്കാർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഈ കമ്പനി അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്, വളർച്ചയുള്ളൊരു കമ്പനിയാണ്, 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയിലേക്ക് വളർന്ന ഒരു കമ്പനിയാണ്. ഒരു എക്സാമ്പിളാട്ടോ പറയണത്. അപ്പോൾ ഭാവിയിൽ ഇനിയും വളരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ കമ്പനിയെക്കുറിച്ച് ഏകദേശം അറിയാവുന്ന പഠിച്ച ആൾക്കാർക്ക് കാര്യം മനസ്സിലാകും. അവരെന്ത് ചെയ്യും? ഇവരുടെ ഷെയർ കുറച്ച് വാങ്ങി വെക്കുന്നത് നല്ലതാണ് എന്ന് കരുതി പണമുള്ള ആൾക്കാർ ഒരു 10 ഷെയർ വാങ്ങി വെക്കും. അപ്പോൾ 10 ലക്ഷം മുടക്കി 10 ഷെയർ അവർ വാങ്ങി വെക്കും അല്ലേ. അപ്പോൾ പല ആൾക്കാരുടെ കയ്യിലായിട്ട് മാറി. അതായത് ഇപ്പോൾ അത് കമ്പനിക്ക് 75% മാത്രമേ ഉള്ളൂ കമ്പനിയുടെ ഓണർഷിപ്പ്, ബാക്കി 25% പബ്ലിക്കിനാണ്. അപ്പോൾ ഇത് എവിടെ വെച്ച് നടക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് എവിടെ വെച്ചിട്ടാണ് ട്രേഡ് നടത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് NSE, BSE എന്ന് പറയുന്ന 2 മാർക്കറ്റുകൾ, 2 ഷെയർ മാർക്കറ്റുകളാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ NSE എന്ന് പറയുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റേതെന്ന് പറയുന്നത് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ പേരിൽ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ, BSE. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമാണ് ഉള്ളത്. ഈ 2 എണ്ണവും ഒരുപാട് കമ്പനികളുടെ ഷെയറുകൾ ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ നിന്നാണ് 25%-ഓളം എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ ജനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത്. എന്തിനാണ് അവരത് വാങ്ങി വെച്ചിരിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഷെയറിൻ്റെ വാല്യൂ കൂടുമല്ലോ. അപ്പോൾ അവർക്ക് ഈ നിക്ഷേപിച്ച പണം എന്തായാലും കൂടുതലാക്കിയിട്ട് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതായത് കൂടുന്ന അവസ്ഥയിൽ അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കുമ്പോൾ അത് നല്ല പൈസയ്ക്ക് കിട്ടുകയല്ലേ, ലാഭം കിട്ടുകയല്ലേ ഇതിനകത്തുനിന്ന്. അപ്പോൾ വാങ്ങി വെച്ച ഷെയറുകൾ അവരത് മറിച്ച് വിൽക്കും നല്ല കൂടുന്ന സമയത്ത്. അപ്പോൾ അതാണ് വാങ്ങി വെച്ചവരുടെ ഉദ്ദേശം. BSE, NSE എന്ന് പറയുന്ന 2 ഷെയർ മാർക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അങ്ങനെ കയറൂരി വിടുകയാണെങ്കിൽ എന്തുണ്ടാവും? ജനങ്ങളെ പറ്റിക്കലും കബളിപ്പിച്ചിട്ട് ഈ പറയുന്ന പരിപാടികൾ, തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടക്കൂലേ ഈ ഷെയർ മാർക്കറ്റിനകത്ത്. അപ്പോൾ അതിനൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റിയാണെന്ന് പറയുന്ന SEBI എന്ന് പറയും. അതായത് SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു അതോറിറ്റിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ട്രേഡിൻ്റെ കാര്യത്തിൻ്റെ നിയമങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇത് വളരെ ചുരുക്കി പറഞ്ഞു എങ്കിലും ഇത് വളരെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരുന്ന് പറയാൻ മാത്രം കണ്ടന്റ് ഉള്ളൊരു ഏരിയയാണ് എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ. ഇത് തുടക്കക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. അപ്പോൾ NSEയിലും PSEയിലുമാണ് ഈ ഷെയറുകളുടെ ട്രേഡ് നടക്കുന്നത്. അവരാണ് ഇത് ട്രേഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊരു വഴിയില്ല. ഇനി നമുക്ക് മറ്റൊരു സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതും അല്ലെങ്കിൽ കുറയുന്നതും അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരും. 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയിലേക്ക് വളർന്ന കഥ ഈ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത് വാങ്ങാൻ ആളുണ്ടായത്. അതുകൊണ്ടാണ് 25% ഷെയറുകൾ ഈസിയായിട്ട് വിറ്റഴിച്ചത്. അതായത് 25 ലക്ഷം രൂപയ്ക്ക് 25 ഷെയറുകൾ വിറ്റഴിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. നല്ല പെർഫോം ചെയ്യുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ഒരുപാട് വരും. എന്നാൽ അങ്ങനെ അല്ലാത്ത കമ്പനിയിൽ എന്തുണ്ടാവും? ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ കയറ്റുമതി ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ബിസിനസ്, അതായത് ഈ തേയിലപ്പൊടിയുടെ ക്വാളിറ്റി കമ്മിയാണ്, കുറവാണ്, അതിൽ കുറച്ച് മായം ചേർത്തിട്ടുണ്ട്, തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ട് വന്നിരുന്നത് എന്നുള്ള ഒരു റൂമർ ഇറക്കി എന്ന് കരുതുക. അങ്ങനെ ഒരു റൂമർ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ജനങ്ങൾ എന്താ കരുതുക? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെന്താ കരുതുക? ഇതിനകത്ത് മായം ഉണ്ടെന്നാണല്ലോ ന്യൂസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ, ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വാല്യൂ കുറയാനുള്ളൊരു സാധ്യത ഇല്ലേ? കാരണം എന്താ? ഇത് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് ഇത് വിറ്റ് അഴിച്ചില്ലെങ്കിൽ, ഇപ്പം നമ്മളിത് വിറ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നാളെ ഈ സാധനം വാങ്ങാൻ ആൾ വരുമോ? ആൾ വരില്ല. കാരണം എന്താണ്?
കാരണം ഈ ബിസിനസ് താഴത്തേക്കാണ് പോകുന്നത്. ചീത്തപ്പേരുള്ള കമ്പനിയാണ്. ചീത്തപ്പേരുണ്ടാവുന്ന സമയത്ത് ബിസിനസ് നടക്കുമോ നന്നായിട്ട് ഇല്ല. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് വളരെ കുറവായിരിക്കില്ലേ അതിനുണ്ടാവുക വാല്യൂ. അപ്പോൾ വാങ്ങി വെച്ച ഷെയറുകൾ എന്ത് ചെയ്യും? ജനങ്ങൾ കിട്ടിയ വിലയ്ക്ക് വിറ്റഴിക്കും. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ റൂമറാണ് തന്നെയാണ്, ഇതിനകത്തൊരു കഴമ്പുമില്ല, ആരോ ഉണ്ടാക്കി പറഞ്ഞൊരു ന്യൂസാണ്, ഒരു കെട്ടുകഥയാണെന്നുള്ളത് ജനങ്ങൾ പിന്നീട് കോടതി വിധി വരുമ്പോൾ തിരിച്ചറിയും. എന്താണ് ഇതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല, നല്ല ശുദ്ധമായിട്ടുള്ള തേയില തന്നെയാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഒരു കുഴപ്പമില്ല, ഒരു റൂമറായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അപ്പോഴും ഷെയറിൻ്റെ വാല്യൂ കുറയും. കാരണം പേടിച്ചിട്ട് ആൾക്കാർ വിൽക്കുമ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ പണിയാവുമോ, എന്തായാലും വില കുറഞ്ഞിരിക്കുകയല്ലേ, വാങ്ങി വെച്ചേക്കാം എന്ന് കരുതി ബിരുദന്മാർ ചില ആൾക്കാർ വാങ്ങി വെക്കുകയും ചെയ്യും. പേടിച്ചിട്ട് കൂടുതൽ വിലയ്ക്ക് വാങ്ങിയ ആൾക്കാർ വലിയ നഷ്ടം വരേണ്ടെന്ന് കരുതി വിറ്റഴിക്കുകയും ചെയ്യും. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ നടക്കും. അപ്പം എന്ത് ചെയ്യും? കുറയും. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ കോടതി വിധി വന്നു, ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? പിന്നെയും ഈ ഷെയർ തന്നെ വാങ്ങാൻ വരും. കാരണം എന്താ? അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ആ കമ്പനി ഇനിയും വളരും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾ പിന്നെയും ചിലപ്പോൾ വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ എന്തായി? നമ്മുടെ ഷെയറിന് ഡിമാൻഡ് ആയില്ലേ? അപ്പോൾ വെക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? വിൽക്കില്ല, അത് ഹോൾഡ് ചെയ്ത് വെക്കും. എന്തിനാ? കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വിലഞ്ഞും കൂടും. കാരണം എന്താ? നല്ല കമ്പനിയാണെന്നുള്ള ഒരു നല്ല പേര് വരാൻ തുടങ്ങി, സൽപ്പേര് പിന്നെയും വരാൻ തുടങ്ങി. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവല്ലേ, ഒരു നല്ല ശകുനമല്ലേ, ഭാവിയിലേക്ക് വളരുമല്ലോ. അപ്പോൾ ഇതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്, ഇപ്പം തന്നെ വിറ്റഴിക്കേണ്ട എന്നൊരു തോട്ട് അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ പിന്നെയും മേലേക്ക് കൂടും, വില പിന്നെയും മേലേക്ക് കൂടും. അപ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ആ 1 കോടി ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക, ചിലപ്പോൾ 5 കോടി 8 കോടിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ നെക്സ്റ്റ് 1 ഇയർ കൊണ്ട് തന്നെ. കാരണം എന്താണ്? നമ്മുടെ ഷെയർ നല്ല വിലക്കാണ് വിറ്റഴിക്കുന്നത്, നല്ല വിലക്കാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ 100 ഷെയറിൽ 75 ഷെയർ കയ്യിലിരിക്കുന്ന ഞാൻ ആരാണ് ആ സമയത്ത്? 25 ഷെയറിനെ ആ സമയത്ത് നല്ല കൂടുന്ന സമയത്ത് 1 ലക്ഷം വില ഉണ്ടായിരുന്നല്ലോ ഓരോ ഷെയർ. അത് പിന്നീട് 10 ലക്ഷത്തിലേക്കോ അല്ലെങ്കിൽ 20 ലക്ഷത്തിലേക്കൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിഭീകരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ അപ്പോൾ 1 കോടി എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യുവേഷൻ പിന്നെയും കൂടുകയല്ലേ ചെയ്യുന്നത്? ഓരോ ഷെയറിനും 10-20 ലക്ഷം വെച്ചിട്ടാണ് വാല്യൂ കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും. ഒന്ന് കമ്പനിയുടെ പെർഫോമൻസ് ആണ്, 2 ഈ പറയുന്ന റൂമറുകളാണ്, കിംവദന്തി. ഇതും ഈ പറയുന്ന പോലെ ഷെയർ മാർക്കറ്റിൻ്റെ പോക്കിനെ അല്ലെങ്കിൽ ഷെയറിൻ്റെ വാല്യൂവിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കുന്ന ഘടകങ്ങളാണ്. അതായത് ഡിമാൻഡും സപ്ലൈയുമാണ് അതിൻ്റെ ആ ഷെയറിൻ്റെ വാല്യൂവിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർത്തു എന്ന് പറയുകയാണെങ്കിൽ പോലും അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തോട്ടുണ്ട്, ഒരുപാട് പ്രൊസീജിയറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് മുഴുവൻ ഇരുന്ന് വിശദീകരിക്കുകയാണെങ്കിൽ കുറേ നേരം കൊണ്ട് പോയി കിട്ടും. അതായത് ഒരു കമ്പനിക്ക് പബ്ലിക് ഓഫർ ചെയ്യാൻ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ഓരോരോ വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ ലളിതമായിട്ടുള്ള വിവരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.